മാധ്യമപ്രവർത്തകർക്കും സ്വാഗതം. ID എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പടത്തിൻ്റെ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിഷയമാണ്. നമുക്കറിയാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയകളിലും അഡൽട്ടായിട്ടുള്ള പല വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നായിക അടുത്തുണ്ട്, പല നടീനടന്മാരും പലവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ പ്രത്യേകിച്ച് നായികമാർ. നമുക്കറിയാം, എനിക്ക് പേജ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിലൊരു പേജ് ഞാൻ കണ്ടെത്തി, ആ പേജിൻ്റെ പുറകെ നടന്ന് കണ്ടെത്തിയ ഒരു വിഷയമാണ്. ശരിക്കും പേജ് പറയുന്നത് എന്നാലും പറയാം, നടികൾ വെടികൾ എന്ന് പറഞ്ഞൊരു പേജ്. ആ പേജിൻ്റെ അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു സെക്സ് മാർക്കറ്റ് നടക്കുന്നുണ്ട്. അതിലകപ്പെട്ടു പോകുന്ന, ഇല്ലെങ്കിൽ അതിലേക്ക് പഠിച്ചെടുക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ശരിക്കും ഈ സബ്ജക്റ്റ്. അതിൽ ഭാര്യയായിട്ട് ദിവ്യ പിള്ളയും ഹസ്ബൻഡായിട്ട് ധ്യാൻ ചേട്ടനുമാണ്. അപ്പം അവർ അഭിമുഖീകരിക്കുന്ന വിഷയം, അതിൻ്റെ സൊല്യൂഷൻ, അതൊക്കെയാണ് ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ കഴിഞ്ഞിടയിൽ തന്നെ മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്കറിയാം, ഒരുപാട് വിഷയങ്ങൾ കൊച്ചിയെ സംബന്ധിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ തന്നെ, അതിൽ പല പ്രശ്നം, ഇത് തന്നെ ഒരു പെൺകുട്ടിക്ക് നടന്നൊരു പ്രശ്നം. ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേജ് വഴിയെല്ലാം പോയത്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ബിസിനസ് കണ്ടപ്പോൾ ഞാൻ തന്നെ വളരെ ഇത് ഒരു സമൂഹം അറിയേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. പല പേജുകളും ഉണ്ടെങ്കിലും ചില പേജുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അതിൽ അത്രയും ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10,000 തൊട്ട് 50,000, 70,000, 1,00,000 വരെ വരുന്ന ഫോളോവേഴ്സുള്ള പല പേജുകളുമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ആണ് ഈ പേജുകളിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കാണുന്നത് ഫോട്ടോസ്, കുറേ അഡൽട്ടായിട്ടുള്ള സ്റ്റോറീസ്, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വായിക്കാനും കാണാനും. പലവരും അതിനകത്ത് കയറുന്നത് അതാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുക. പക്ഷെ അല്ല, അതിന് പിന്നിലൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. ഇതാണ് സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജമാണിക്യ സിനിമ പോലെ ഒരു പാതിരാത്രി ചെന്നിട്ട് ചേട്ടൻ ഈ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പം ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പം രാവിലെ വരാൻ സുരേഷേട്ടനാണ് പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കാണാം. ഞാൻ ചെല്ലുമ്പം സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൺട്രോളർ സുരേഷേട്ടനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെ ആണോ എന്ന് അറിയണമല്ലോ. രാവിലെ 9 മണി ആയപ്പോൾ കൂടി ചെന്നത്. അപ്പോൾ നമ്മുടെ ഞാൻ ചേട്ടൻ അവിടെ ഷട്ടിൽ ബാറ്റ് കളിച്ചോണ്ടിരിക്കുക, തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. വീട്ടില് അപ്പം ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഞാനും സുരേഷ് ചേട്ടനും പിന്നെ എൻ്റെ ഒരു ജെറിയുണ്ട്. ചേട്ടൻ ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുന്നു. ഇല്ല, നമ്മുടെ ഞാൻ കയറുമ്പോ ഞാൻ സുരേഷിനും കൂടി വന്നു. ആറ് കിട്ടിയ ഒരു സമയമായിരിക്കും. ആ സമയത്താണ് ധ്യാൻചേട്ടൻ പോയിട്ട് കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം, നമുക്ക് കുറച്ച് പണിയെടുത്താൽ പടം വർക്കാവൂ എന്നൊരു സംഭവം പറയുന്നത്. വളരെ നല്ല അഭിപ്രായം. ഇതൊരു അവയർനെസ്സും കൂടെ ആയി സിനിമ കൊണ്ട്. അതിന്റെ പുറകെ പോവുകയും അരുണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു പേജിൽ ഏതൊരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ഇവര് ചോദിച്ചു, ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇൻബോക്സിൽ വരാൻ പറഞ്ഞു. എനിക്ക് ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? ഏറ്റവും മെമ്പർ ആവാൻ എന്തെങ്കിലും ടെസ്റ്റോ ക്വാളിഫിക്കേഷനോ എന്തെങ്കിലും?
എനിക്കറിയില്ല. അപ്രൂവൽ ഒക്കെ വേണ്ടേ ഇതുപോലത്തെ സാധനമൊക്കെ അപ്രൂവ് ചെയ്തോളൂ? എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരും എനിക്കൊന്ന് ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത കാലമാണ്. ഫേസ്ബുക്ക് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലേ? ടെലിഗ്രാം ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, നമ്മളിതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ്, 10,000 രൂപ, അതിൽ 5,000 രൂപ ഇപ്പം അഡ്വാൻസ് ചെയ്യണം. ഒന്നും അല്ലല്ല, 5,000 രൂപ നേരിട്ടാണ് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഓർഡർ പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല കൊടുക്കുകയും 5,000 രൂപ കൊടുക്കുകയും. വിഷയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് ഒരു ബിസിനസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും കാര്യമൊന്നും നടക്കാതായപ്പോഴേക്കും പിന്നെ ഇവന്മാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പുറപ്പെട്ട ആളാണ്. അപ്പൊ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ വിഷമമുണ്ട്, ഇപ്പോഴും ഉണ്ട് മുഖത്ത്. 5,000 രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില് അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും. പറയാൻ കുറച്ച് അടി ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഇതിപ്പോ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പം ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ്. അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഒരു ഭയങ്കര രസമാണ്. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ, ഇപ്പം ടൂർ പോകുന്നതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചില പേരറിയില്ല. അപ്പം അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക്. ഇപ്പം സെന്റ് തെരേസ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞൊരു സ്റ്റോറി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിന്റെ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4,000 തൊട്ട് 25 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക, അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിയിൽ നടക്കുന്നത്. ബേസിക്കലി ഇതിനകത്ത് ഡീപ് ഫേക്കിങ്ങിനെ പറ്റിയിട്ടും ഇപ്പൊ ഉള്ള ഫേസ് സ്വാപ്പിംഗ്, ഇപ്പൊ രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയല്ലോ, മറ്റേ ചെറിയൊരു AI വീഡിയോ, ഇതൊക്കെ. അപ്പം ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റാ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം. അപ്പം ഇതില് ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ടുള്ള നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്രക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് ജില്ലകളെ സംബന്ധിച്ച് കൊച്ചി കുറച്ചുകൂടെ സെക്സ് റാക്കറ്റ് ആക്റ്റീവ് ആയിട്ടൊരു ജില്ലയാണെന്ന് കരുതുന്നുണ്ടോ? നീ ആ ക്യാമറയുടെ പുറകിൽ അടിച്ചു നിൽക്കുകയാണ്. മറ്റ് ജില്ലകളെക്കാളും കൂടുതൽ സെക്സ് റാക്കറ്റ് ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നത് കൊച്ചിയിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് പ്രശാന്ത് കിട്ടുന്നതിന് മറുപടി. ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പറഞ്ഞു കേട്ടതിൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥയാണ്. അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പരന്നു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ്. പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പം ഇതുപോലത്തെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ. ദിവ്യ മലയാളത്തിൽ വളരെ ചുരുക്ക ചിത്രങ്ങളിലാണോ ഉള്ളത്, പക്ഷെ എപ്പോഴും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു മലയാളത്തിലൊരു ചിത്രം ചൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കഥാപാത്രം അത്ര ഡെപ്ത് ഉണ്ടാവുമെന്ന് ചിന്തിക്കായിരിക്കും. ഇപ്പോൾ ഇതിനകത്തുള്ള ഐഡിയയുടെ കഥാപാത്രത്തോളം ഡെപ്ത് ഉണ്ട്. ഇതാ വിക്ടിം ഫേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ
ആണ് ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടറിൽ പോർട്രേ ചെയ്യണത്. അപ്പോൾ ഐ മീൻ ഇവനെ ഒരു വിക്ടിം ആവുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു, അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു. ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം, പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ, അത് ദാറ്റ് എംബാരസ്മെൻറ്റ് ആൻഡ് എവറിത്തിങ്, അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കേ അത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ ആ ഒരു സിനിമയിൽ ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ഇതിങ്ങനെ നമ്മൾ എത്ര 100% നമ്മൾ കൊടുക്കാൻ നോക്കും. സോ ലെറ്റ്സ് സീ. ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ്, അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ മേക്ക് എൻ ഇമ്പാക്ട്. ഈ പറയുന്നത് ചോദിക്കുകയാണ്, ഇപ്പോൾ നോർമലി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഓൺലൈൻ കമൻസുകൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസുകൾ ചിലത് നല്ലതായിരിക്കും, ചിലത് പോസിറ്റീവ് ആവും, ചിലതും ഓവർ പ്രൊട്ടക്റ്റീവ് ആവും, ചിലപ്പോൾ വൾഗർ ആവാം. അങ്ങനത്തെ ഇത് വരും എപ്പോഴും ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു മെഷർമെൻറ്റ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട്. ചില വേർഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമില്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വൾഗർ ആയിട്ടുള്ള ഐ തിങ്ക് നമുക്കത് പ്രിഫറൻസസ് ഉണ്ട്. പക്ഷേ അതും ടു വാട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ്, എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ചില സമയത്ത് നമ്മളത് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും. ലൈക്ക് വാട്ട്സ് എ പോയിന്റ് ഓരോ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പോസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് നെസസറി. സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ചേട്ടാ, ഫ്രൈഡേ സ്റ്റാർ എന്നുള്ള പേര് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനുള്ള പരിപാടിയാണോ? ഫ്രൈഡേ സ്റ്റാർ ഫ്രൈഡേ സ്റ്റാർ എന്നുള്ള പേര് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനുള്ള പരിപാടിയാണോ? നല്ല പേരല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യമില്ലടാ. പിന്നെ ഉറപ്പായി അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു, അതുപോലത്തെ പ്രസ് മീറ്റ് നമ്മൾ തന്നെ എപ്പോഴും എത്ര കാണുന്നു, നീ ചോദ്യം ചോദിക്കുന്നു, ഇതൊക്കെ മിസ് ചെയ്യണോ? നിങ്ങളൊക്കെ മിസ് ചെയ്യും. ഞങ്ങളെ മിസ് ചെയ്യും. ജാൻ ചേട്ടാ, ഒരു സെറ്റ് പടങ്ങൾ വന്ന് തീരുന്നു എന്ന് പറയും. അപ്പം തീരാറായോ? ജാൻ ചേട്ടൻ ഓൺ പ്രോജക്റ്റിലേക്ക് ഇറങ്ങാൻ സമയമായോ? തീരുന്നില്ല, ഒരുപാടുണ്ട്. കുറച്ചധികം ഉണ്ട്. തീരും, എന്നേക്കുമേ തീരും. അല്ലെങ്കിൽ അങ്ങനത്തെ ഇല്ല, പ്രഷർ കാത്തിരിക്കത്തില്ലേ? അല്ല, ഇനിയിപ്പം എനിക്കൊന്ന് ദിലീപേട്ടൻ്റെ പ്രിൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പ്രിൻസിൻ്റെ ഫാമിലി, അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പം തുടങ്ങാൻ സോഫിയ വീക്കെൻഡിൻ്റെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തുടങ്ങാനിരിക്കുന്നത്. അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്. ബബ്ബ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങളുണ്ട്. ഇനി വരാനിരിക്കുന്ന കോപ്പങ്ങൾ, അങ്ങനെ കേസ്, അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. ചേട്ടാ, ചെയ്തു വെച്ച പടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തോന്നിക്കുന്ന ഒരു പടം എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ലെന്നിരിക്കില്ല. അങ്ങനെയല്ല, ബാക്കി അതൊക്കെ ഒരു ഫേറ്റല്ലേ. സിനിമ അതിൻ്റെ സക്സസ്സും ഫെയിലറും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ, നമ്മളെ വിളിക്കുന്നു, നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ്. ഇപ്പം ബബ്ബ ഞാൻ 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പ്രിൻസും അതുപോലെ തന്നെ ആയിരുന്നു. ദിലീപേട്ടനോട് വർക്ക്, അല്ലെങ്കിൽ ഇപ്പം ഇമ്മീഡിയറ്റ് ചെയ്ത പടങ്ങൾ, അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്, വലിയ സിനിമകളാണ്. ഹോപ്പ്ഫുള്ളി നന്നായി വരുന്നതായിരിക്കും. ചേട്ടാ, ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും പല കമന്റുകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. എപ്പോഴും പൊതുവെ നോക്കാറില്ല, എന്നാലും നോക്കാറൊക്കെ ഉണ്ട്. എപ്പോഴും തോന്നിയിട്ടുണ്ടോ കുമാർ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലല്ല,
ഇല്ല അങ്ങനെ ഈ നമ്മള് പടം വരുന്നു എന്നെ അങ്ങനെ വ്യക്തിഹത്യൊന്നും ചെയ്യാറ്. എന്നെ കൂടുതലായിട്ട് തന്നെ ബോംബ് സ്റ്റാർ പടക്കം അതൊക്കെയല്ലേ പറയും. പടം പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എന്ന് വെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും. അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം നാളെ നല്ല ഭാഗം വരില്ല എന്നല്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ വരുമല്ലോ. പിന്നെ അപ്പൊ ധ്യാൻ എന്ന നടനെ മറ്റുള്ള നടന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും. ഉള്ള പോലെ പറയും, ബാക്കി വരുന്നത് വെച്ച് കാണട്ടെ എന്നുള്ള മൈൻഡാണ്. ഒരു പടം ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണ്ടയോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ഒരു നടനാണ്. ഐഡി എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ്? ഞാൻ കൃത്യമായിട്ട് കാണണ്ടയോ നല്ലതെന്ന് ഞാൻ പറയാറില്ല. ഏതായാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട്. ക്ലൂ ചിലതിനൊക്കെ ക്ലൂ കിട്ടും ആൾക്കാർക്ക്. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക്, കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക്, എന്നെ അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ഇപ്പൊ ചില ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അറിയാലോ. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ അവര് കുറച്ചുപേരൊക്കെ എൻ്റെ അടുത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ച് പേരൊക്കെ അവരൊക്കെ എന്നോടൊന്ന് ചോദിക്കും. അവരോടൊക്കെ ഞാൻ പേഴ്സണലി പറയും. അതില് ഞാൻ നിന്നോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ മാറിയേക്കുമ്പോൾ പറയാം. ചേച്ചി നമസ്കാരം. അപ്പം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒന്നുകൂടെ വ്യത്യസ്തമാകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സ്ഥിര അമ്മ കഥാപാത്രങ്ങൾ എന്നൊരു പേരുണ്ടായിരുന്നു, ഒന്ന് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ചെയ്തു വരുന്ന കഥാപാത്രം ലാസ്റ്റ് ചെയ്തത് ജഡ്ജിയായിട്ടായിരുന്നു. അപ്പം ഇതിലെ കഥാപാത്രം എങ്ങനെയാണ്? വിശ്വാസം വരത്തില്ല. കണ്ടു ഞാൻ ഹൈദരാബാദ് അതങ്ങനെ ഇതിനകത്ത് ഇടികൊള്ളുന്ന ഒത്തിരി സീനുണ്ട്. ഒരു അന്വേഷണത്തിന്റെ തുടക്കത്തില് ആണോ അല്ല അറിഞ്ഞു കൊടുത്തതാണ്. എന്തായാലും പിന്നെ പറയാം, എന്താ ചോദിച്ചു? ഈ സിനിമയിലെ കഥാപാത്രം അതന്നെ എന്നോട് കഥാപാത്രം അടുക്കള അത്രേ ഉള്ളൂ. അല്ല, എപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വേറൊരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട്. ഇന്ന് ഈ അടുക്കള പുറത്തല്ലേ അമ്മ കഥാപാത്രം. ഇന്റർവ്യൂല്ലേ, പ്രസ് മീറ്റ് ആണ്. അതായത് സ്ഥിരം കഥാപാത്രം പോലെ അമ്മ കഥാപാത്രം അടുക്കള പുറത്ത് മാത്രം നിൽക്കുന്ന കഥാപാത്രങ്ങളല്ലാതെ എനിക്ക് വേറെ. നീ അതിനോട് പറഞ്ഞേ ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ, കഥാപാത്രം മാറ്റി ചെയ്യേണ്ടത് ആഗ്രഹമുണ്ട്, കിട്ടണ്ടേ. നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല. നമ്മൾ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കുക. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞു എനിക്ക് വില്ലൻ വേഷമൊക്കെ കിട്ടും, പക്ഷെ മക്കൾക്ക് ഈ അടുക്കളയിൽ ചോറിനകത്ത് വിഷം ഒഴിച്ച് അതായിരിക്കും എൻ്റെ വില്ലൻ വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചതിന് ഓരോരുത്തരാന ഈ മീഡിയ ഇതില്ലേ, നിങ്ങളിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും, വീട്ടിലിരിക്കുന്നവരുടെ തുമ്മലും കുറയും. ക്യാപ്ഷനൊക്കെ ഒന്ന് വൃത്തിയാക്കി, അത് നിങ്ങൾ എല്ലാവരും കിട്ടിയ സമയത്താണെന്ന് പറയാം. ഉണ്ട് ഇച്ചിരി ക്യാപ്ഷൻ അത് നോക്കിട്ടോ കാണാതെ തെറിവിളിയോ അവരുടെ അന്നാലും ആൾക്കാർ കാണത്തില്ല. നമ്മൾ അങ്ങനെ ഞാൻ ഇതേ ജോലി ചെയ്യണം, ഞാനും അങ്ങനെയൊക്കെ കാണാം കേട്ടോ ഇച്ചിരിയൊക്കെ. പറ പ്രശാന്തിനോട്. ചേട്ടാ, ഈ സിനിമയിലെ കഥാപാത്രം കുറച്ച് വില്ലനാണോ? അതെ, ഇതിലും വില്ലൻ തന്നെയാണ്. അല്ല, വില്ലനായി പോകുന്നതാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക്. ഫൈനലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വരുന്നത് എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ പോലെ, ആന്റി ഹീറോ പോലത്തെ ഒരു ഐറ്റത്തിലാണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം. അതെന്തുകൊണ്ടായിരിക്കും നിനക്കെന്ത് തോന്നുന്നത്? അല്ല, അതൊക്കെ നിങ്ങളൊരു ചർച്ചയാക്കി കൂടെ. അത് നിങ്ങളൊക്കെ മീഡിയയിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങളും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും ഇല്ലേ? ഞാൻ ചോദിക്കുന്ന വെച്ചാൽ നിഞ്ചേട്ടൻ അവർക്കെതിരെ കേസ് കൊടുത്തു.
ആ അല്ല അതിപ്പോ എന്തായാലും അത് എന്റെ ഇപ്പൊ നിവിന്റെ ഇതായത് തന്നെ കുറച്ച് സമയം എടുത്തല്ലോ, ഗ്യാപ്പ് വന്നല്ലോ. അതിനുശേഷം ഇപ്പം ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. എനിക്കൊന്നും അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം, ഒരു ഫേക്ക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അറിയുമോ? എനിക്കറിയില്ല. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ചു. അല്ല, അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം. പുള്ളി നിങ്ങൾ അടുത്ത ഏതെങ്കിലും ഒരു പ്രശ്നത്തൊക്കെ വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ആ രണ്ടെന്താ തോന്നുന്നേ? ഒരു പരിധി വരെ ഇല്ലാതാവുന്നതാണോ തോന്നുന്നത്? ഇപ്പൊ തന്നെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇപ്പോൾ പാലത്തിന്റെ മുകളിൽ, പാലത്തിന്റെ അടിയിൽ, അങ്ങനെയൊക്കെ നമ്മൾ പല പല ലേഡീസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി, അവരൊക്കെ നിൽക്കുന്നത് സെക്സ് വർക്കേഴ്സ് ആണോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ശരിക്കും പറയുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ശരിക്കും ഇത് കുറയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറയില്ലേ? നമുക്കിപ്പോ അത് ഭയങ്കര ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സാധനമല്ലേ. കുറയോ കൂടുവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ വ്യവസ്ഥിതിയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോ ചെയ്യുന്നില്ലല്ലോ. ഒന്ന് ഇപ്പൊ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷനായിട്ട് ഇപ്പോൾ കൊൽക്കട്ടയിലുണ്ട് ഇതേ സെയിം സാധനം. എന്തായിരുന്നു കമച്ചി എന്ന സാധനം അല്ലേ, റെഡ് സ്ട്രീറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ്, സെക്സ് ടൂറിസം ഉണ്ട് അവിടെ, തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട്. ചില രാജ്യങ്ങളിൽ അതുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം അത് ഇമ്മോറലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. കഞ്ചാവ് ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗായിട്ട് കാണുന്നത്. അതിന് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്ന ഗഞ്ച. അപ്പോൾ മരുവാന, മെഡിക്കൽ മരുവാന എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു. അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുവോ കുറയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനെ അനുവദിക്കാത്തിടത്തോളം ലീഗലായിട്ടാണ് നമുക്കതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല അല്ലേ? ഏതാ അത് കൂടില്ലെന്നല്ലേ ഒന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞാൽ വളരെ ഇതായിട്ടുള്ള ഒരു പ്രോബിലിറ്റി അല്ലേ. ചിലപ്പോൾ കൂടുമായിരിക്കും, ചിലപ്പോൾ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലി വീട്ടുകാർ നമ്മുടെ നാട്ടുകാർ മൊത്തം പിന്നെ അവിടെ ആയിരിക്കും. പിന്നെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല, അതാ പ്രശ്നം. അതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡൊക്കെ. ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ചേട്ടാ, നമ്മുടെ ധ്യാൻ ചേട്ടന്റെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് എപ്പോഴെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ? ഫേക്ക് ഐ ഡിയിൽ നിന്ന്? അല്ല, ഒരു ഐ ഡിയിൽ വരാൻ അല്ലാതെ തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി ഇടാൻ പാടാം. അപ്പോഴെങ്കിൽ ഫേക്ക് എന്തെങ്കിലും റിപ്ലൈ താ. നോർമലി അവന്റെ അടുത്ത് മെസ്സേജ് വളരെ ചുരുക്കം വരാറുണ്ട്. ധ്യാൻ ചേട്ടന് വന്നിട്ടുണ്ടോ ഏതെങ്കിലും നടിമാരുടെ ഫേക്ക് ഐ ഡിയിൽ? ഒറിജിനൽ ഐ ഡി എന്ന് കുറെ പേരുടെ വന്നിട്ടുണ്ട്. ദിവ്യ വളരെയധികം ചെയ്ത കഥാപാത്രം ചെയ്ത കഥാപാത്രങ്ങളിൽ കുറച്ചാകുമ്പോൾ വളരെയധികം ചർച്ച ചെയ്തതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീൽസിലൊക്കെ ഓടിയത് ചൊവ്വാഴ്ച സിനിമയിലെ കഥാപാത്രമാണ്. അപ്പം അതേപോലെ അത്ര ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ അത്ര ഡാർക്ക് ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാവും. മലയാളത്തിൽ അത്ര ഡെപ്തുള്ള കഥകൾ വരാത്തതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകൾ മലയാളത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് ഇതേപോലത്തെ കഥാപാത്രം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അതോ മലയാളത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയാ
ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ക്യൂട്ട് അല്ലെങ്കിൽ കുടുംബിനി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ ചെയ്യാവുന്ന ഒരു പാറ്റേൺ മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. എന്നാൽ മറ്റു ലാംഗ്വേജസ് അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയില്ല. ഇപ്പൊ നമുക്ക് വരുന്ന സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന സ്റ്റോറീസ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മംഗൾവാരം വന്നു. അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ദാറ്റ്സ് വൈ ഡിഡ് ദാറ്റ്. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ മലയാളമെന്നോ തെലുങ്കെന്നോ അങ്ങനെയില്ല. അത് ഞാനൊരു കഥ ആയിട്ടാണ്, അതൊരു സിനിമയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയായിട്ട് ഞാനത് കാണുന്നത്. പക്ഷേ ഐ വോണ്ട് കൂടുതലും അത് പറഞ്ഞാലും മലയാളത്തിലും എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് വരാനായിട്ട്. ബിക്കോസ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ട്, ലൈക്ക് ലാംഗ്വേജ് കംഫർട്ടും എല്ലാം നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ റിയൽ ആണല്ലോ. അപ്പോൾ എനിക്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു. പക്ഷെ ഇപ്പം തെലുഗുവിലിപ്പം മംഗൾവാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 പ്രോജക്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് അത് പക്ഷേ ഞാനൊരു സിനിമയായിട്ടേ കാണുന്നുള്ളൂ. ലൈക്ക് അങ്ങനെ അതൊരു വർക്കായിട്ട് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ മംഗൾവാരം വാസ് സ്പെഷ്യൽ. അതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഡിഡ് ദാറ്റ്. തൗസൻഡ് ബേബീസിലെ സഞ്ജു. സർപ്രൈസ്. ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഏറ്റവും പുതിയ സിനിമയായ ID എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കണം. ഒരുപാട് സന്തോഷമാണ് വരാൻ പറ്റിയത്. നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ സിനിമ. അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്താണ്. ആൻഡ് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് പാളിയത് വേണ്ടി വന്നതാണ്. നിങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാനെ എനിക്കത് മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു തോന്നുന്നില്ല. ഒരുവിധം അത്യാവശ്യ പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞു തോന്നുന്നു. അല്ല, 1000 ബേബീസ് കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും വർത്താനം പറയാനൊരു അവസരം തന്നതിന് വളരെ നന്ദി. അപ്പോൾ നിങ്ങളുടെ പ്രൊമോഷൻ ഗംഭീരമായിട്ട് നടക്കണം. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങണ്ടായിരുന്നു. അത് ജോർജിയയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് അത് വിസ പ്രശ്നം പ്രോസസ്സും പരിപാടിയൊക്കെ അത് ഷൂട്ട് തുടങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിപ്പം മാർച്ചിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തു. അല്ലല്ല, പ്രണവല്ല. ഏതാ പ്രണവല്ല, അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകും. ഏതാ ഞാനല്ല ഏതാ ഇല്ല ഞാൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല ഞാനല്ല. ഓക്കെ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇന്റർവ്യൂസ് ഇനി ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഫ്രീ വേണ്ട. ഒരിക്കലില്ല. അത്
എല്ലാ ആഴ്ച സിനിമ ഇറക്കിയിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആരുടെ വിഷ്ണുവിൻ്റെ അടുത്ത് അത് പറഞ്ഞില്ല. അത് ഭയങ്കര ബന്ധല്ലേ നിനക്ക് തന്നെ അങ്ങനെയുള്ളത് ചോദിക്കുന്നത്. അതാ അത് ഞാൻ പറഞ്ഞത് വലിയ സിനിമയല്ലേ ഇപ്പൊ ചെയ്ത് തീർക്കാൻ അഭിനയിച്ച് തീർക്കാനുള്ള കുറെ സിനിമയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതിയടാ. നിനക്ക് അത്യാവശ്യം എന്തെങ്കിലും കൂടി ഇതുണ്ടോ കാണാൻ അത്ര കൊതിയ? ഓ എന്റെ നാശം കണ്ടിട്ടേ അടങ്ങുള്ളൂ. എടാ ഇപ്പോൾ അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്റെ ആലോചിച്ചു കൊല്ലൂല്ലേ ഇത്തരെല്ലാരും കൂടെ നിങ്ങളടക്കം ഇല്ലേ അതായിട്ട് ഓടിയില്ലെന്ന് വിചാരിക്കുക. തീർന്നില്ലേ ഞാൻ ഇപ്പൊ അങ്ങനെയൊക്കെ പോട്ടെ. നിനക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? ഇനി ചോദിക്കരുത്. ഈ വർഷം ഏതാ അടി കമ്പയർ ടു അടുത്ത വർഷമൊക്കെ ഇതിങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ ഇതിന്റെ മുന്നത്തെ എവിടെയോ കമ്പയർ ടു ഉണ്ടാവും, തിരാറ്റു ഉണ്ടാവും. ഇത് എപ്പോഴും ഉണ്ടാവും മാത്രം ചോദിക്കരുത്. എന്തായാലും ഉണ്ടാവും. രണ്ടും പ്ലാനിങ്ങിലുണ്ട്. തിരാറ്റു എന്തായാലും ഉണ്ടാവും. തിരാറ്റു സംവിധാനം ചെയ്യാൻ പ്ലാനുണ്ടോ? തിരാറ്റു സംവിധാനം ചെയ്യാൻ പ്ലാനുണ്ടോ? തിരാറ്റു ചിലപ്പോൾ ഞാൻ സംവിധാനം ചെയ്യും. ഇല്ല, തിരാറ്റുവിൻ്റെ ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ. ഏതില് അതിന് അതാ ആ സമയം കൊണ്ടടാ. അപ്പൊ കുറക്കൂലേ അല്ലേ? കുറക്കൂ. അല്ല, ഞാൻ വിചാരിച്ചേ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ 8 പേരിൽ കുറയാതെ വേണമെന്ന് ഇവരോട് പറഞ്ഞതുകൊണ്ട് എന്നെ എണ്ണം തയ്ക്കാൻ ഇങ്ങനെ നിർത്തിയിരിക്കാമെന്ന് ഞാൻ ആദ്യം കരുതി. പിന്നെ ഞാൻ ഓർത്ത് നമ്മുടെ നാട്ടിലേക്ക് തേങ്ങ ഇടം വരുമ്പോഴേ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ 500 തേങ്ങ എണ്ണി മാറ്റിക്കൊണ്ട് തിരികട ഇട്ട് കൊടുക്കും. അങ്ങനെ ഇടാൻ വെച്ചിരിക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അതുപോലെ ഇവരോട് പറഞ്ഞു. വളരെ സന്തോഷം. അപ്പൊ 5-ാം തലത്തിൽ ക്ലിയർ ചെയ്തു. വളരെ സന്തോഷം. ഇതിനകത്ത് ഞാൻ ഒരു നല്ല സീൻ ഇങ്ങനെ ഒന്നിച്ച് അഭിനയിക്കാൻ പറ്റി. വലിയ സന്തോഷം. എന്താ പറയുക, ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കാം. ഉറപ്പായിട്ടും നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഒരു നല്ല സിനിമ. അത് നമുക്ക് ഇങ്ങനെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഇതിനെതിരെ ഇങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ ഞാനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷവും മുന്നോട്ടൊപ്പം ഉണ്ടാകുന്നു. കണ്ടത് ഞങ്ങൾ ഇത്രയും പേരും കുറേ സംസാരിച്ച് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് തകർത്തെഴുതുമല്ലോ. ചോദ്യം ചോദിക്കാനൊന്നുമില്ലേ? ഇത്രയും പേര് 3-4 പേരെ ചോദിക്കും. ബാക്കിയുള്ളവരൊക്കെ എടുക്കാൻ വന്നിരിക്കുക. ചോദിക്കുക, ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കുക. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ പറയാം. അപ്പോൾ സന്തോഷം. സിനിമ എല്ലാവരും പോയി കാണുന്നത് വിജയിപ്പിക്കും. ഓക്കെ, താങ്ക് യു എവരിവൺ. ഓൾ ദി ബെസ്റ്റ് ഫോർ. പ്രൊഡ്യൂസറിലൂടെ വരാൻ പറ്റില്ല. നമ്മുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് കുട്ടി എന്നാണ്. എനിക്ക് അവസരം തന്ന മുഹമ്മദ് കുട്ടിക്ക് പ്രത്യേകിച്ചൊരു നന്ദി പറയുന്നു. എല്ലാവരും ഇവിടെ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. നമസ്കാരം.